ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ഒരു ഗോവ ട്രിപ്പിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമേ. ഞങ്ങൾ അങ്ങോട്ട് പോയത് ട്രെയിനിലാണ്. ഒരു മോർണിംഗ് 9-10 ഒക്കെ ആയപ്പം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 2:30 ഒക്കെ ആയപ്പം മഡ്ഗാവിൽ ഇറങ്ങി കേട്ടോ. ശരിക്കും 1 o'clock അവിടെ എത്തേണ്ടത്. കുറച്ച് ഡിലേ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു ടീ ഷോപ്പിൽ നിന്ന് ടീയും കോഫിയൊക്കെ മേടിച്ച് കുടിച്ചു. ഞങ്ങൾ ഒരു പാക്കേജ് എടുത്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ ആൾ വരും. അതൊരു മോർണിംഗ് 6 o'clock പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ഒരു 5 o'clock ഇങ്ങനെ വരണം, കാരണം ഞങ്ങൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണ്ടേ. പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഇവിടെ ആ ഒരു ചുറ്റുമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് ലോഞ്ച് എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ തന്നെ നമ്മളെ വിളിക്കാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിസോർട്ട് വന്നിട്ട് നോർത്ത് ഗോവയിലാണ്. സോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ നമ്മളൊരു 45 minutesനുള്ളിൽ, കാരണം മോർണിംഗ് ആയതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പം ഒരു 45 minutesനുള്ളിൽ നമ്മൾ എത്തി കേട്ടോ. ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആയിട്ടുള്ളൊരു സ്ഥലം അവിടെ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഫെറോ റിസോർട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 11 o'clock ചെക്ക് ഇൻ പറഞ്ഞിട്ടുള്ള റൂം. പക്ഷേ ഞങ്ങൾ നേരത്തെ എത്തിയല്ലോ, അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ തന്നെ റൂം തന്നു. പിന്നെ നമ്മളിതേ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി. അവിടുത്തെ സ്വിമ്മിംഗ് പൂളും, കാരണം തനിക്കുട്ടനും ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ അത് അവിടെയൊക്കെ ഒന്ന് ചുറ്റും നടന്ന് നോക്കി. അവിടെ ദേ വെള്ള ജാമ്പൊക്കെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ള കളർ കാണുന്നത്. ഞാൻ മറ്റേ റോസ് കളർ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ റൂമിലൊന്ന്, ഇതാട്ടോ റൂം. ട്രെയിനിൽ ഉറക്കമൊന്നും അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളിവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പുറത്തോട്ട് പോയത്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മുടെ പാക്കേജിൽ തന്നെ ഉള്ളതാണ്. അത് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്, ഒരു കേരള ഫുഡ് സോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളിനി ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാർ ഇതേ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഓൾറെഡി അവർ കൊണ്ടുതരും, നമുക്ക് റിസോർട്ടിൽ കാർ കൊണ്ടുതരും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് 11 AM വരെയാണ്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 11 AM ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏതാണ്ടൊക്കെ ക്ലോസ് ചെയ്യാറായി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ടൈം. പിന്നെ പൂരി, പൊട്ടറ്റോ കറി, പിന്നെ നൂഡിൽസ്, അങ്ങനെയുള്ള ഐറ്റംസാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഷോപ്പ് ചെയ്യുന്നതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഷോപ്പ് ചെയ്തു കേട്ടോ. ഇങ്ങനെ ഹാറ്റും ചപ്പലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ വെച്ച് കാണിച്ചത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എന്താ പറയുക, ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് ഡേ 1 പ്ലാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളും വെച്ചിട്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പക്ഷേ ചേട്ടൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അതും ഒരു 13 years ബാക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് അഗ്വാഡ ഫോർട്ടിലോട്ടാണ്. അപ്പം ആ പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടതാണ് ഒരു ബോട്ടിങ്ങിൻ്റെ ഏരിയ. അപ്പം നമ്മൾ എന്തായാലും ബോട്ടിങ്ങിന് കയറാമെന്ന് വെച്ചു. പെർ പേഴ്സൺ 350 rupees മോന് ക്യാഷില്ല. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഡോൾഫിനെ കാണാൻ പറ്റും, ഡോൾഫിൻ ട്രിപ്പ്. അതുപോലെ തന്നെ ഇവിടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അഗോഡ ഫോർട്ട് കാണാം, പിന്നെ ഒരു പാലസ് കാണാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ജയിൽ കാണാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ട്രിപ്പിലൂടെ 4 സ്ഥലങ്ങളാണ് അവർ പറയുന്നത് മെയിനായിട്ട്. അപ്പോൾ ഡോൾഫിനൊക്കെ നമുക്ക് അത്രയും ശ്രദ്ധിച്ചിരുന്നാലേ കാണാൻ പറ്റുള്ളൂ. ഞങ്ങളൊരു 5-6 പ്രാവശ്യം അതിനെ കണ്ടു കേട്ടോ. ഈ കാണുന്നതാണ് മിലേനിയർ പാലസ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിൽ വെച്ചിട്ടും നമ്മൾ ഷൂട്ടിങ് നടക്കാറുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ജയിൽ, അഗോഡ ജയിൽ മ്യൂസിയം. പിന്നെ തൊട്ട് മുകളിൽ, ആ ഹില്ലിൻ്റെ മുകളിൽ കാണുന്നതാണ് അഗോഡ ഫോർട്ട്. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 90% നമ്മൾ ഡോൾഫിനെ കാണും, ഒരു 10% കാണാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ കണ്ടു കേട്ടോ. ഇതുണ്ട്, റെയറായിട്ടേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഫോട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കത് മിസ്സാവും. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അതിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വരുന്നത് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നല്ല വെയിലും ഉണ്ട് കേട്ടോ, ഉച്ച സമയം കൂടെ അല്ലേ. അപ്പോൾ അത് കാരണം വെയിലുണ്ട്. ഇവിടെ 9 AM to 5:30 PM വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. അങ്ങനെ ഞങ്ങളിത് അകത്തോട്ടൊക്കെ കയറിയിട്ടുണ്ട്. ഈ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത് 1612 പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇനി താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അവർ നിർമ്മിച്ച ടാങ്കൊക്കെ കാണാം. അതെന്തിനാണെന്ന് വെച്ചാൽ പണ്ട് കാലത്തെ ഷിപ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രഷ് വാട്ടറൊക്കെ
കൊടുത്തിരുന്നത് ആ ടാങ്കിലാണ്. അതിനകത്ത് ഒരുപാട് വെള്ളം ശേഖരിച്ച് വെക്കാൻ പറ്റും. പിന്നെ ദേ ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാരണം ചുറ്റും കടലാണല്ലോ, അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. ഇവിടെ ജയിലായിട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദിൽ ചാത്താ ഹേ ഹിന്ദി ഫിലിമില്ലേ, അതിവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദേ ആ കാണുന്ന റെഡ് കളർ ഇതില്ലേ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാങ്ക്. അതിനുള്ളിലാണ് എത്രയോ 80 lakhs liters ഓഫ് വാട്ടർ എങ്ങാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത്രയും കപ്പാസിറ്റി ഉണ്ട് അതിന്. അങ്ങനെ ഞങ്ങളിതേ താഴോട്ട് വന്നു. ആ ചുറ്റും കാണുന്നതിലൊക്കെ ജയിലായിട്ടുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മോൻ വിളിച്ച് കാണിച്ചു തരുന്നുണ്ടായിരുന്നു, അമ്മ നോക്ക് ഇതിനകത്ത്. ഈ കാണുന്നത് ലൈറ്റ് ഹൗസാണ്. ഇന്നത്തെ 4 നിലയും കണ്ടുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതേ താഴോട്ട് പോവാണ്. ആ പോകുന്ന സമയത്ത് ആ സൈഡിൽ വോൾസിൽ ഇതുപോലെ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും എല്ലാത്തിൻ്റെയും ഓൾഡും ന്യൂവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, അഗോഡ ഫോട്ടോ ആവട്ടെ, അതുപോലെ തന്നെ ബസേലിക്ക ഓഫ് ബോം ജീസസിൻ്റെ ആവട്ടെ, അങ്ങനെ ചേർച്ചസിൻ്റെയും എല്ലാത്തിൻ്റെയും പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും ബിഫോർ ആഫ്റ്റർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്കിനി തിരിച്ചിറങ്ങാം. അപ്പോൾ ഇത്രയൊക്കെയാണ് അഗോഡ ഫോർട്ടിൽ നമുക്ക് കാണാനുള്ളത്. പിന്നെ ഓരോ പൊസിഷനിലും നിന്ന് ഫോട്ടോസ് എടുക്കാം. പിന്നെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നന്നായിട്ട് തളർന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പിൽ നിന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അടുത്ത യാത്ര. ഇനി പോകുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള അഗോഡ ജയിൽ മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ 300 rupees. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ നിന്നാലും നമുക്ക് കടൽ കാണാൻ പറ്റും. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തു, ഒന്ന് കണ്ടു, ആസ്വദിച്ചിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ലഞ്ചിൻ്റെ ടൈം ഏതാണ്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മളൊരു സൗത്ത് ഇന്ത്യൻ ഡിഷസും കൂടെ ഉള്ള റെസ്റ്റോറൻറ്റ് നോക്കിയിട്ടാണ് കയറുന്നത്. അപ്പോൾ അങ്ങനെ ദേ കയറിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തു. നമ്മളെന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ റൊട്ടിയും ചിക്കൻ 65ഉം അതുപോലെ തന്നെ പിന്നെ ബിരിയാണി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് പാരാ റോഡിലോട്ടാണ്. ഭയങ്കര റീൽസിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിയർ സിന്ദഗി മൂവിയിലെ ആ ഒരു പാരാ റോഡിലോട്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിക്കും പോലെയല്ല, അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അടിപൊളിയായിട്ട് ആൾക്കാർ ഷൂട്ടും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ റീൽസിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് കണ്ട ചർച്ചും പിന്നെ ഐ ലവ് ഗോവയൊക്കെയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ പോകുന്നത് അഞ്ജുന ബീച്ചിലോട്ടാണ്. ആ പോകുന്ന വഴിക്ക് ഒരുപാട് ലോക്കൽ ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആയി. സൺസെറ്റിൻ്റെ ആ ഒരു ടൈമായി. അവിടെ അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന, ഒരുപാട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ ആ ഒരു വൈബ്, നോർത്ത് ഗോവയിൽ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുറേ നേരം ബീച്ചിൽ കിടന്ന് ഇങ്ങനെ കളിച്ചു. നമ്മളൊരു 8:30 ഒക്കെ ആയപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത്. അതുവരെയും ബീച്ചിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വരുന്നത് തന്നെ ബീച്ചിൽ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. തനുവിന് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ കളിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറച്ച് പേടിയാണെങ്കിലും തനുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെയും നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ ആ ഒരു നൈറ്റ് വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറേ നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകണം. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടിബറ്റിൻ്റെ ഒരു വലിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞാൻ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടോ, ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡേ 1 വിശേഷങ്ങൾ. ഇനി നമുക്ക് ഡേ 2 അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.